അയ്യോ പോരാ പോരാ, നാളത്തെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ടൻ പറഞ്ഞു നീ വീണൂന്ന്. എൻ്റെ അടുത്ത് ഒന്ന് വീണു, ഇച്ചിരി കടുപ്പമായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ, ആ പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടി തെറ്റി ഒരൊറ്റ വീഴ്ച, ഒരു 10-40 അടി താഴേക്ക്. എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം. ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരികയല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ. ആ ഇനി പഴയതുപോലെ ഒന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്ന. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. അല്ല ഷോപ്പിലെ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. രവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയല്ല, ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത്, അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോവാണ്? അതേ രവേട്ടാ, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. ഗീതയോ? അവളിവിടെ ഉണ്ട്. അവൾക്കും മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിയേട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ? ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ, അതല്ലേ നല്ലത്? അതെ, പക്ഷെ പെട്ടെന്നൊരു വിസ കിട്ടാൻ. വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ, അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാം. ഏട്ടൻ പറഞ്ഞല്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ, അല്ലേ സുരേഷ്? ആ വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ? അങ്ങനെ തോന്നിയോ? എന്താടാ നീയും ഏട്ടനും കൂടി ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്കാം? ഏയ്, ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരൊന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരേട്ടൻ പോരെ. ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഒക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി. അവൻ നിന്നെ വിട്ടുപോകുന്നില്ല, ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ലോകത്ത് ആരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ, എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം. ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാ. സുനന്ദയ്ക്ക് എന്താടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ടെന്താ? ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ല അത്രേ. അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ? പാവം. ഏലം ഏലം ഇയാളെന്താ നിൽക്കണം? ചത്ത് ജീവിക്കുന്നയാൾക്ക് പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്കേ? അതെന്താ? അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ, ചത്ത ശവം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. എന്ന് അളിയൻ മാത്രം പറയും, ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ. സുനന്ദ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ, എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹമുണ്ടെ പരിഭവം ഉണ്ടാവും, പിണക്കുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ട ശാസിക്കും, തിരുത്തും, ചിലപ്പോൾ അടിക്കും. അടിക്കേ? ആ, ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ. ഉപദ്രവിക്കാനല്ല, തിരുത്താൻ. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ? ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നത്? പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ 2 കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്? അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങനെ ചാടുക. നീന, ഞാൻ വരില്ല. അയാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരില്ല. നീന, ഇവള് പറയണ കേട്ടോ ഡാഡി? അവൾ പറയണത് ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ അവൾക്ക് എന്താ ഒരു സെക്യൂരിറ്റി? ഞാൻ പറഞ്ഞല്ലോ,
ഏട്ടൻ ആ സമയത്ത് എന്റെ മുറി കയറിയത് എന്തിനാ ഞാൻ ചോദിക്കാം. സത്യം എന്താണെന്ന് അറിയണല്ലോ. ഇനി സത്യം അറിയണം. ഞാൻ പറയണത് വിശ്വാസമില്ല. വേണ്ട, എന്നെ വിശ്വസിക്കണ്ട. നീന, ഹരി, മനുഷ്യൻ നല്ലവനാണ്, പക്ഷെ മണ്ടനാകരുത്. സ്വന്തം ഭാര്യയോട് ഒരാൾ, അതാരോ ആയിക്കോട്ടെ, മോശമായിട്ട് പെരുമാറിയിട്ടും പിന്നെയും ഹരി കാണിക്കുന്ന ഈ മറ്റടുത്ത ഡിപ്ലോമസി ഉണ്ടല്ലോ, അതാണതുമില്ലായിട്ട്. ഇനിയിപ്പോൾ അവൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാലും അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമാണ്. ഇത് എന്തുവരാ സാറേ? ചേച്ചി വന്നില്ല സാറേ? ഇല്ല. എന്താ? അല്ല, ചോദിച്ചതാ. അത് ചോദിക്കാൻ നീ ആരാ? കളിയാക്കുക അടിച്ചിന്റെ പല്ലിറപ്പിക്കും. ഈ അച്ഛൻ ഞങ്ങളെ പറ്റിക്ക അച്ഛമ്മേ. ആരെയും ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്താടാ നീ എന്റെ കുട്ടികൾക്ക് അരയണങ്ങളെ കാണിച്ചു കൊടുക്കാത്തെ? അത് കാട്ടി കൊടുക്കാൻ എപ്പോഴും വരണ്ടേ? വല്ലപ്പോഴും വരുള്ളൂ. വരുന്നത് നോക്കിയിരിക്കണം നമ്മള്. എന്നോട് തന്നെ ചെയ്തല്ലോ ഇത്. ഇത്ര വൃത്തികെട്ടവരാണ് നിങ്ങൾ. ഹരി, നമുക്ക് സംസാരിക്കാം. ഒന്നും പറയണ്ട. ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം പുറത്ത്. ഇറങ്ങാൻ. എടാ ഹരി, നീ കാര്യം അറിയാതെ വെറുതെ എന്തെങ്കിലും പറയരുത്. എല്ലാം എനിക്കറിയാം. ഇവളെ ഞാൻ കയറി പിടിച്ചാൽ നിങ്ങൾ സഹിക്കുവോ? മര്യാദ പറയണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഇവളെ വേണം ആദ്യം ഇവിടെ അടിച്ചിറക്കാൻ. ഹരി, നീ എന്നെ എന്ത് വേണം ചെയ്യാം? അവളെ വെറുതെ വിട്. ആഹാ, പൊള്ളുന്നുണ്ടല്ലേ? കയ്യെന്നെ വിട്. ഇറങ്ങടി, വിടാ. ഈ നായിന്റെ മോളെ, നിന്നെ ഞാൻ തുടരുതവളെ. നിന്റെ പെണ്ണിനെ തൊട്ടാൽ നിനക്ക് പൊള്ളും. അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ പെണ്ണും. ഹരി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെയാണോ പിന്നെ എന്റെ പെണ്ണ് ചെയ്തത്? ഹരി, നമുക്ക് സംസാരിക്കാം. അമ്മയാണോ പെങ്ങളാണെന്ന് അറിയാത്ത നിന്നോടൊക്കെ സംസാരിക്കല്ല വേണ്ടത്. മോനെ, രവിയേട്ടനാ പറയുന്നത്. രവിയേട്ടനാ പറയുന്നത്. ഏട്ടനാണ് പുല്ല്. ഏട്ടനാണ് നീ എന്നോട് ചെയ്യുമായിരുന്നോ? ഞാൻ ചത്തിട്ട് നിങ്ങൾ തമ്മി തമ്മി കൊന്നു. മോനെ, എന്തൊക്കെ കാണണോടാ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ലടാ. അമ്മയ്ക്ക് ഇവനെ കുറിച്ച് കേട്ടതും അറിഞ്ഞതൊക്കെ വിശ്വസിക്കാത്തവനാ ഞാൻ, അറിയോ? എന്നിട്ട് എനിക്കിട്ട് എന്നെ തന്നല്ലോ. ഇപ്പൊ വിശ്വാസായില്ലേ? സുനന്ദേ, നീ ഒന്നും പറയണ. ഈ അമ്മ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കൂട്ടും. ഏതിനാണ് ഞാൻ കൂട്ടുനിന്നെ? പറയടേ, എന്തിനാണ് ഞാൻ കൂട്ടുനിന്നെ? പറയട്ടെ, എല്ലാം പറയട്ടെ. അമ്മേ, അമ്മ മിണ്ടരുത്. എന്നെ ഓർത്തൊന്നും അമ്മ പറയരുത്. നശിക്കട്ടെ, ഈ കുടുംബം നശിക്കട്ടെ. എനിക്ക് അവളുടെ നോട്ടം കാണുമ്പോഴാ കൈയെടുത്തൊരാണിനെയല്ലേ അവള് തല്ലിയത്. അതും ഭർത്താവിന്റെ കയ്യിലിരിപ്പ് മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പകരത്തിന് പകരം അവളുടെ മുറി കയറിയനെ. ആ, നീ എന്തൊക്കെയായി പറയണേ? വാ, ഇങ്ങനെയൊക്കെ പറയാം. ഹരിയേട്ടാ, ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഹരിയേട്ടൻ ഈ കേട്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല. വേറൊന്നും എന്നോട് ചോദിക്കരുത്. അമ്മേ, നീ ഇതൊക്കെ എങ്ങനെയാടാ മോനെ സഹിക്കണേ? സാരില്ല അമ്മേ. എന്നെ വിചാരിച്ച് അമ്മ വിഷമിക്കാണ്ടിരുന്നാൽ മതി. എനിക്കിതൊക്കെ ശീലല്ല അമ്മേ. കുട്ടിയായിരിക്കുമ്പോഴേ അവൻ അങ്ങനെ തന്നെ. ദേഷ്യം വന്നാൽ നായ കടിക്കണ മാതിരി കടിക്കും. എത്ര കടി എനിക്ക് കിട്ടിയിരിക്കണമെന്നറിയും. അതുപോലെ തന്നെയാ സുനന്ദി. ഒരു പേന കാണാണ്ടായാൽ അത് രവിയേട്ടനെടുത്തു. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ വേട്ടന് പറ്റും. ദാഹവരണം ഇവളാരായിരുന്നു വിട്ടെന്നറിയും. ഒരിക്കൽ സ്കൂളിൽ കളിച്ച് വീണ് തല പൊട്ടിയപ്പോൾ ഞാൻ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ തന്നെ തല്ലി വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ? അന്ന് അവർ പറയണതൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കും. ഇന്നതല്ലല്ലോ. അമ്മ എന്നെ വിശ്വസിക്കണ്ടേ? അതുപോലെ എനിക്ക്. എന്താടാ അവിടെ ആകെ പ്രശ്നം? എന്താ എനിക്കറിയില്ല. ഓർഡറിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ ലക്ഷ്മിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയുണ്ടോ? എനിക്കറിയില്ല. പിന്നെ എന്താടാ നിനക്കറിയാ? കാള
ആരും പിടിക്കണ്ട. കയ്യിന്ന് വിട്. എന്താ ലക്ഷ്മി? ഏട്ടൻ വണ്ടിയിലേക്ക് കയറ്. മോളെ ഈ ബാഗ് ബാഗ് കയ്യിലിരുന്നോട്ടെ. വാ നിങ്ങടാ പറയാം. ഏട്ടന്റെ പേരിൽ എല്ലാം എഴുതി കൊടുക്കാൻ പോയതാവും. നിന്നോട് വല്ലതും പറഞ്ഞോടി? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ ദിനേശ് വെക്കലിന് ഫോൺ ചെയ്തിരുന്നു. ആ അപ്പൊ അത് തന്നെ. എടാ ഹരി, എന്താടാ ചെയ്യാ? ഏട്ടനെ വിവരം അറിയിക്കും. എന്റെ തലയിൽ ഇപ്പൊ അതൊന്നും കേറില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിന്റെ സത്യം അറിയാനും സംസാരിക്കാനും നിന്നാ നമ്മൾ എവിടെ എത്തില്ല. അത് വിട്ടേക്കുക. ഒരു ബന്ധം പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്, കൂട്ടിക്കെട്ടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഗൗരവമുള്ള പല കാര്യങ്ങളും മറന്ന് ഞാനിങ്ങോട്ട് വന്നത്. ഏതായാലും രവീന്ദ്രനാഥൻ നായർ അവളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റാത്ത തെറ്റുകൾ. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ മതി. അത്രയും നമുക്ക് പറ്റൂ. ഇപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ മറയ്ക്കാം, എന്നെ മറയ്ക്കാം, അമ്മയെ മറയ്ക്കാം, മറ്റെല്ലാവരെയും മറയ്ക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ എല്ലാം മറച്ചു വയ്ക്കാൻ പറ്റുമോ? മറ്റാരും ഒന്നും അറിയില്ല. ഞാൻ ആരോടും ഒന്നും പറയില്ല. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ മുറിയിൽ കയറി വന്നു, അതെങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് നീ വന്നു. നീന, ഗീതയെ പോലെ തന്നെയാണ് എനിക്ക് നീയും. ചിക്കൻ ഫ്രൈ, ദാൽ കഴിക്ക. ഗംഗേട്ടാ, രാജേട്ടനെ ഉടനെ വിളിക്കാൻ പറഞ്ഞു. ഓ, ഒരുമിച്ചിരുത്തി ഊട്ടുവാണോ? ആ തിന്ന് തിന്ന്, വയറ് നിറച്ച് തിന്ന്. വേണ്ട സുനന്ദേ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ? എന്നാ വീശി കൊടുക്കാം. ഇവളോടൊന്നും ഒരു ദയ മര്യാദയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഹരിയെ കൈവച്ചപ്പോ മുതലുള്ള കലിയ എനിക്ക്. അത് കുറെയൊക്കെ അവന്റെയും തെറ്റുണ്ട്. അവനെന്തിനാ ഓ, കഴിക്കാൻ? അത് കൊള്ളാം. എന്താ പോര അലിവ്. ചേട്ടൻ അനിയത്തിയുടെ മുറി കയറിയ പോലെ ചേട്ടത്തിയുടെ മുറി കയറാൻ വല്ല പ്ലാനും ഉണ്ടോ? അയ്യേ, നീ എന്തൊക്കെയാ പറയണത്? കഷ്ടം. വന്നേ, വായിട്. എന്താ കുറെ നാളായി ഞാൻ ഓങ്ങി ഓങ്ങി നിൽക്കണം. പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. നിനക്ക് നൊന്താ എനിക്ക് നോവും. തല്ലിയതല്ല, ഒരു മരുന്ന്. വാ, ഇനി നമുക്ക് ഏട്ടം.